ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു കുഞ്ഞ് ഷോപ്പിംഗ് ചെയ്യുമ്പോൾ ഒന്ന് വ്ളോഗ് ചെയ്യുന്നത് കാരണം അപ്പോൾ ഞാൻ നമുക്കൊന്ന് കുറച്ച് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് ഷോപ്പിംഗ് ചെയ്യാൻ പോവാണ്. അപ്പോൾ കുറച്ച് കസ്റ്റമൈസേഷൻ ഓർഡേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഷോപ്പിംഗ് ചെയ്യുന്ന വ്ളോഗാണിത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് റെഡിയാവുകയാണ്. റെഡിയാവാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ആദ്യം നമ്മൾ കുറച്ച് സൺസ്ക്രീൻ ഇട്ട് കുറച്ച് ലിപ്സ്റ്റിക്കും ഇട്ട് കുറച്ച് ഐലൈനറും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് പോകാൻ തയ്യാറ്. അത്രയും മതി. സൺസ്ക്രീൻ മറക്കരുത്, കാരണം നല്ല വെയിൽ. ലിപ്സ്റ്റിക്കിൻ്റെ പവർ ഞാൻ കാണിച്ചത്. ഇപ്പോൾ ലിപ്സ്റ്റിക്ക് ഇടാത്തപ്പോൾ എൻ്റെ ഫേസ് നമുക്ക് കുറച്ച് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് കഴിയുമ്പോൾ ഫേസിൽ വല്ല ഡിഫറൻസ് കാണിച്ചത്. കണ്ട, ലിപ്സ്റ്റിക്ക് ഉള്ളപ്പോഴും ലിപ്സ്റ്റിക്ക് ഇടാത്തപ്പോഴും ഫേസിൽ വന്ന ഡിഫറൻസ്. ഇത് രണ്ടല്ല, ആക്ച്വലി 3 ഡ്രസ്സുണ്ട്. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. മൂന്നെന്ന് വെച്ചാൽ ഒരെണ്ണം ഒരു ബാപ്റ്റിസത്തിൻ്റെ മാം ആൻഡ് ഡോട്ടർ കോംബോയാണ്. അപ്പോൾ ഒരു കൊച്ചിൻ്റെ ഡ്രസ്സും പിന്നെ അമ്മയ്ക്കിടാനുള്ള ഡ്രസ്സും പിന്നെ ഒരെണ്ണം അല്ലാണ്ട് വേറൊരാൾക്ക് വേണ്ടിയിട്ടൊരു അനാർക്കലി ടൈപ്പ് ഒരു സംഭവം, ഷോളിൽ നല്ല ലേസ് അങ്ങനത്തെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള. അപ്പോൾ 2 മെറ്റീരിയൽ മേടിക്കണം. എനിക്ക് കൂടുതലും കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓർഡേഴ്സാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ ബൾക്ക് വേറെ മെറ്റീരിയലൊന്നും എടുക്കുന്നില്ല. കസ്റ്റമൈസ് ചെയ്യാനുള്ള വർക്കുകൾ മാത്രമാണ് ഇപ്പോൾ വരുന്നത്. ഞാൻ ഓൾറെഡി ഒരു ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വിട്ടുപോകും, മറന്നു പോകും. അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഉറപ്പായിട്ടും മറന്നു പോകും. ഞാനത് ഒരു ഫ്രോക്ക് ഇട്ടുകൊണ്ടാണ് പോകുന്നത്. കുറേ കാലം കൂടിയാണ് ഞാൻ ഈ ഡ്രസ്സ് ഇടുന്നത്. ഈ ഡ്രസ്സ് എനിക്കൊരാൾ വാങ്ങിച്ചു തന്നതാണ്. പക്ഷെ ഇപ്പോൾ ആളുടെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. കുറേ കാലം കൂടിയാണ് ഇപ്പോൾ ഞാൻ ഇടുന്നത്. കുറച്ച് ടൈറ്റായി. 2022 കണ്ട് വാങ്ങിയ ഡ്രസ്സായത്. പിന്നെ ഞാനൊരു വൈറ്റ് ഷൂ കൂടി ഇട്ട് ഇത്രയും സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടാണ് നമ്മൾ പോണത്. ബൈ ബൈ, നമുക്ക് ഷോപ്പിംഗ് ചെയ്യാൻ പോവാം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി പോവാണ്. ഞാനൊരു നൊസ്റ്റാൾജിയയ്ക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് അടിച്ച് ഇട്ടുകൊണ്ട് വന്നത്. ഇപ്പോൾ ടൈറ്റായിട്ട് ഡ്രസ്സ് ഒട്ടും കംഫർട്ടബിൾ അല്ല. ഇതാണ് പറയണത്, ചേരാത്തത് എടുത്തിട്ട് കിട്ടും. അപ്പം ഞാൻ ഈ പോയ ഷോപ്പ് ഏതാണെന്ന് കണ്ടാൽ മനസ്സിലായോ? ഈ ഒരു ബ്ലൂ കളറും പിന്നെ ആ ചേച്ചി എടുത്തുകൊണ്ടിരിക്കുന്ന മെറൂൺ ഷെയ്ഡും. അപ്പം ഇങ്ങനെ 2 ടോപ്പിനുള്ള മെറ്റീരിയൽ ഞാൻ എടുത്തു. പിന്നെ ഒരു ബാപ്റ്റിസത്തിനുള്ള ബേബി ഫ്രോക്ക് ആയിരുന്നു. ഞാൻ സാറ്റിനും പിന്നെ കുറച്ച് വൈറ്റ് നെറ്റും കൂടി എടുത്തിട്ടുണ്ട്. അപ്പം അത്രയായിരുന്നു ഷോപ്പിംഗ്. 2:30 നമ്മൾ മെറ്റീരിയൽ എല്ലാം എടുത്ത് 3 ടോപ്പിനുള്ള മെറ്റീരിയൽസ് ഫുൾ എടുത്തിട്ട് നമ്മൾ തിരിച്ചിനി കുറച്ച് ലേസൊക്കെ വാങ്ങിക്കണം. അതൊക്കെ വാങ്ങിക്കാൻ പോവാം. കസ്റ്റമൈസ് ചെയ്യാനാണ് ഏറ്റവും പാട്. കാരണം നമുക്ക് അവരുടെ കളറ് ചൂസ് ചെയ്യുന്നതിലോ ശരിക്കും ഷോപ്പിൽ ചെന്നിട്ടാണ് ഞാൻ വാട്സപ്പിൽ വെച്ചിട്ട് കോൺടാക്ട് ചെയ്തിട്ടാണ് ഞാൻ മെറ്റീരിയൽ എടുക്കാറ്. കൺഫ്യൂഷൻ ഉള്ള ടൈമിൽ അപ്പോൾ നല്ല പാട്. എനിക്ക് തലവേദന എടുക്കുന്നത്. നമ്മൾ ഫുൾ ടൈം വാട്സപ്പിൽ ചാറ്റ് ചെയ്ത് ആണ് മെറ്റീരിയൽ കൺഫേം ചെയ്യുന്നത്. പിന്നെ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മാക്സിമം ചെയ്തില്ലെങ്കിൽ പിന്നെ പ്രോബ്ലം ആവും. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. മടുത്ത് വിശന്നിട്ട് എനിക്ക് കണ്ണു കാണാൻ പറ്റില്ല. ഞാൻ രാവിലെ ഫുഡ് കഴിക്കാനാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇനി കുറച്ച് നമുക്ക് ലേസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടി മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവാം. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1:30-2 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലെത്തി. ഇനി എന്താ അത്രേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞ് ഷോപ്പിംഗ് വീഡിയോ ആയിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മടുത്തു. ഞാൻ ഫുഡൊക്കെ കഴിക്കണം, എനിക്ക് വിശക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കസ്റ്റമൈസേഷൻ ചെയ്യാൻ ഭയങ്കര പാടാണ് ആക്ച്വലി. കാരണം അവർക്ക് ഇഷ്ടപ്പെടുന്ന മെറ്റീരിയൽ നമ്മൾ ഒരു ദിവസം തന്നെ പോകും. മെറ്റീരിയൽ സെർച്ച് ചെയ്ത് തപ്പി എടുത്തുകൊണ്ട് നടക്കുന്നതിന് ഒരു ദിവസം അങ്ങോട്ട് പോകും. പിന്നെ ഞാൻ വാട്സപ്പിൽ ചാറ്റ് ചെയ്ത് ഫോട്ടോസ് അയച്ചു കൊടുത്തു. അങ്ങനെയാണ് മെറ്റീരിയൽ കൺഫേം ചെയ്യുന്നത്. അപ്പോൾ അതിന് നന്നായിട്ട് കുറച്ച് നല്ല പണിയുള്ള പരിപാടിയാണ്. അങ്ങനെ മെറ്റീരിയലൊക്കെ എടുത്തോട്ട് വന്നു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ആയിട്ടൊക്കെ പിന്നെ വരാം. ബൈ.